ഗുഡ് ഈവനിങ് ടു ആൾ. മീഡിയ ടീമിനോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾ പരിചയപ്പെടേണ്ട കുറേ പേരാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ചെങ്കോൽ സ്റ്റുഡിയോയിലാണുള്ളത്, കിൽത്താൻ ദ്വീപിലെ. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടേണ്ട ഈ സ്റ്റുഡിയോ ആൾക്കാരല്ല, നമ്മുടെ ഈ LSCയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേര് കവർത്തി നിന്നെത്തി. നമ്മുടെ പ്രിയപ്പെട്ട ഫത്തുള്ള സാറും അതുപോലെ ഖലീൽ സാറുമാണ്. അപ്പോൾ സാറേ, ഈ LSC വന്ന് നമ്മുടെ ഈ ക്യാമറയും അതുപോലെ ലൈവ് സ്ട്രീമിങ്ങും സ്വിച്ച് ചെയ്തുകൊണ്ടുള്ള ഈ ഫുട്ബോൾ മാച്ച് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കൊടുത്ത ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ അനുഭവപ്പെടുന്നു? ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ സ്വിച്ച് ചെയ്തുകൊണ്ടുള്ള ഫുട്ബോൾ ആദ്യമായിട്ടാണ് 34ാമത് LSGയിൽ കിൽത്തൽ നടക്കുന്നത്. നേരത്തെ ഫുട്ബോൾ പലരും പല സ്ഥലത്തുമായിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ മൾട്ടി ക്യാമറ വെച്ചിട്ടുള്ള സ്വിച്ചിങ് ഇത് ആദ്യമായിട്ടാണ് ലക്ഷദ്വീപിൽ നടക്കുന്നത്. അത് വളരെ വളരെ ആളുകൾ അത് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നൈറ്റിലുള്ള ഈ സ്വിമ്മിങ്ങിൻ്റെ പരിപാടികൾ, ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയതിലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം, അഭിമാനിക്കുന്നു. പിന്നെ സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഇവിടെ വരാനുണ്ടായ കാരണം, നമ്മൾ തമ്മിൽ പരിചയമുണ്ട്, നേരത്തെ സാറിനെ പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ ലൈവിൻ്റെ ഇത് ആലോചിച്ചപ്പോൾ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് നിങ്ങളാണെന്ന് വെച്ചുകൊണ്ട് ഞങ്ങളൊരു റിക്വസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. അവർ ഫോർവേഡ് ചെയ്തു. അങ്ങനെയാണ് നിങ്ങൾ വരാൻ തയ്യാറായത് അല്ലേ? തീർച്ചയായിട്ടും ഇവിടുത്തെ സർഫറാസ് സാറും മറ്റ് സരീന മാഡം ഇവരൊക്കെ ഇവരുടെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തു. ഞങ്ങളുടെ ഡയറക്ടറേറ്റിൽ നിന്നും അവരുടെ അനുവാദം കിട്ടി. അങ്ങനെ ആണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഖലീൽ സാർ, എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇവിടെ കിൽത്തൻ വന്നെ? എങ്ങനെ ഉണ്ട് ഈ അനുഭവങ്ങളെല്ലാം? ജസ്റ്റ് പറഞ്ഞാൽ. ഈ LSTക്ക് വേണ്ടി വന്നതാണെങ്കിലും ഇതിനു മുമ്പ് ഞാൻ 1.5 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അതിനേക്കാളും എത്രയോ ഫാർ ബെറ്റർ ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയത്. മാത്രമല്ല, നമ്മളെ പരിമിതി അനുസരിച്ച് ഞാൻ കണ്ടതിൽ വളരെ നല്ല നിലയിലാണ് ഇപ്പോൾ ഈ LSCൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതും ഇവിടുത്തെ സ്വീകരണവും പിന്നെ അതുപോലെ ഓർഗനൈസ് ബാക്കി എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിലാണ് നടന്നത്. അപ്പോൾ ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് ഈ സ്റ്റുഡിയോ സെറ്റപ്പുകാരാണ്. കാരണം ഇവിടെ നിന്നാണ് ഈ LSCയുടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് മൊത്തം കിട്ടിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ്, എല്ലാം പ്രധാനപ്പെട്ടാണ്, അതിലൊരു ആളാണ് ഇവിടെ. അപ്പോൾ ആ ഒരു ഏകദേശം ഒരു 5-6 പാട്ടുകൾ നമ്മളിവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ആ പാട്ടുകൾ LSCയുടെ പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്ത് ഈ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അതിലൊരു പാട്ടിൻ്റെ 4 വരി നമുക്ക് ആദ്യം പാടിയിട്ട് ബാക്കി കാര്യങ്ങളിൽ കിടക്കാം. റമീസിനെ പരിചയമില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ റമീസ് നമുക്ക് വേണ്ടി ആ പാട്ടിൻ്റെ 4 വരി ഒന്ന് പാടുന്നു. ആഘോഷം, ആവേശം, ആനന്ദം, ആമോദം, LSGൻ തിരുനാളം ഉയരുകയായി നാടെങ്ങും. നവയുഗ കായിക താരങ്ങൾ നവയുഗ ചരിതം തീർക്കും നാൾ. കാണികൾ ആർപ്പു വിളിക്കുന്നേ, ഉണരുകയായി ഗാലറികൾ. ആഘോഷം, ആവേശം, ആനന്ദം, ആമോദം, LSGൻ തിരുനാളം ഉയരുകയായി നാടെങ്ങും. താങ്ക് യു റമീസ്. അപ്പോൾ AC അയ്യൂബിൻ്റെ വരികൾ ആണ് ഇത്. റമീസാണ് പാടിയത്, ഈ സ്റ്റുഡിയോയിലാണ് പാടിയത്. അതുപോലെ തന്നെ മറ്റു പാട്ടുകളെല്ലാം ഇവിടെ നിന്നാണ് പാടിയിരിക്കുന്നത്, ഇവിടെ നിന്നാണ് കമ്പോസ് ചെയ്തത്. പിന്നെ ഒരു കാര്യം, ക്രൗണിങ്ങിൻ്റെ മ്യൂസിക്കിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പോൾ ആ മ്യൂസിക് കമ്പോസ് ചെയ്ത വ്യക്തിയാണ് ഈ ഇരിക്കുന്നത്, പ്രഗത്ഭനായ വ്യക്തിയാണ്. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രൗണിങ്ങിൻ്റെ ആവശ്യം പറഞ്ഞ് പലരും തന്നെ അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ആവണമെന്നാണ് നമ്മളെ മെയിനായിട്ടുള്ളത് ഇത്, ഇല്ല? കിൽത്തനിലെ ഓരോ സംഭവവും വെറൈറ്റി ആവണം. അപ്പോൾ ക്രൗണിങ്ങിൻ്റെ ആ മ്യൂസിക് വരുവാനുള്ള ഒരു സാഹചര്യം നില എന്നാണ്. അപ്പോൾ ഈ ക്രൗണിങ് പൊതുവെ എല്ലാ സ്ഥലത്തും വെക്കുന്നത്, ഏതെങ്കിലും ക്രൗണിങ്ങിൻ്റെ മ്യൂസിക് കോപ്പി ചെയ്ത് വെക്കുന്നതാണ് പതിവ്, ഇല്ല? എല്ലായിടത്തും അങ്ങനെയാണ് ചെയ്തു വേണ്ടത്. അപ്പോൾ നമുക്ക് കിൽത്തനായിട്ട് നമുക്ക് തനതായ ഒരു മ്യൂസിക് ആയാലോ എന്നുള്ള ഇതിൽ ഖലീൽ സാറിനെ സമീപിച്ചു. അപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു മ്യൂസിക് വന്നത്. ഏതായാലും ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് അതൊന്ന് പ്ലേ ചെയ്യും, അവർ കേൾക്കട്ടെ. അപ്പോൾ എങ്ങനെ നമ്മൾ ആ പാട്ട് ക്രിയേറ്റ് ചെയ്ത് എത്ര സമയം എടുത്തു? ഏകദേശം ഒരു 2-3 ആഴ്ചകളോളം അതിൻ്റെ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ സഹകരിച്ച് നമ്മൾ സലീം, അതുപോലെ അബുസലഹ മാസ്റ്റർ, പിന്നെ നമ്മളെ ഷബീർ അലി, അതുപോലെ ഷംബീൽ, ഇവരൊക്കെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ടീം പുള്ളിപ്പറ അവരും നമ്മളോട് നല്ല രൂപത്തിൽ സഹകരിച്ച്, പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിലെ ആൾക്കാരും അവരും നല്ല രൂപത്തിൽ തന്നെ റമീസ്, ഒഫാർ, ഇവരൊക്കെ നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ അതിന് എടുത്തു പറയേണ്ടത് നമ്മൾ സർഫറാസ് മാഷാണ്. രാത്രി 12 മണി 1 മണി വരെയോളം നമ്മളോട് കൂടെ ഉറക്കിയിരിഞ്ഞിട്ട് നമ്മളോട് ഇരുന്നിട്ടുണ്ട്. അപ്പം മ്യൂസിക് അല്ലാതെ മ്യൂസിക് കൊടുത്തതിന് ശേഷം അതിനിടയിൽ നമ്മൾ പറഞ്ഞ ഈ ഫോട്ടോ സെക്ഷനിലേക്ക് നമ്മൾ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെ പ്രധാനപ്പെട്ട നമ്മളെ PV സലീം തയ്യാറാക്കിയ വല്ലിപ്പുള്ള തീകാട്ടി എന്നുള്ള ആ പാട്ടിന്റെ അവസാന വരികളിലുള്ള ആ പിച്ചാണ് എടുത്ത്. അപ്പോൾ അത് മാത്രമല്ല ഇവർ നമ്മളോട് ആവശ്യപ്പെട്ടത് ആ ക്രോണിംഗ് സെക്ഷനിൽ ലാസ്റ്റ് ഫോട്ടോ സെക്ഷനിലേക്ക് ഒരു മെലഡി ടൈപ്പ് നമ്മളെ നാടൻ ആ ഒരു രൂപത്തിലുള്ള ഒരു ട്യൂൺ ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ആ PV സലീമിനൊരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ എടുത്തിട്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് വെസ്റ്റേൺ സ്റ്റൈലിൽ ചെയ്തപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് അവർ സെലക്ട് ചെയ്തത്. ലാസ്റ്റിലേക്ക് ഫോട്ടോ സെഷനിലേക്ക് അത് അവർ സെലക്ട് ചെയ്യുകയും ചെയ്തു. താങ്ക് യു. അപ്പോൾ ഒരുപാട് മ്യൂസിക്കുകൾ കമ്പോസ് ചെയ്ത വ്യക്തി കൂടിയാണ്. സെൽഫായിട്ട് ടാലൻറ്റഡ് പേഴ്സൺസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ മൈക്കിൽ സംസാരിക്കാൻ പൊതുവെ എല്ലാവർക്കും മടിയുള്ളതാണ്. സ്കില്ലുള്ളതാണ്, അപാര സ്കില്ലാണ്. അപ്പോൾ ഈ പാട്ടുകളെല്ലാം ഈ പറയപ്പെട്ട പാട്ടുകൾ LSCക്ക് വേണ്ടിയുള്ള പാട്ടുകളെല്ലാം എഡിറ്റിൻ്റെ പിന്നിൽ സൗണ്ട് മിക്സിംഗ് എല്ലാം ചെയ്തത് ലഫാറാണ്. ലഫാർ ഏതായാലും ഇത് മൈക്കിന് മുമ്പിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. ലഫാർ കടമം സ്വദേശിയാണ്. ഇവിടെ കല്യാണം കഴിച്ചു. ഞങ്ങളുടെ ഒരു സഹചാരി കൂടിയാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തു. ഏതായാലും ഞങ്ങൾ ഈ സ്റ്റുഡിയോയിൽ വരാൻ കാരണം തന്നെ ഈ ടീമാണ് ശരിക്കും LSCയെ വിജയിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ടീം. ഇവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവരെ പരിചയപ്പെടുത്തേണ്ടത് ആവശ്യം കൂടിയാണ് മീഡിയ ടീമിന്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.